എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാർക്കറ്റായിരുന്നു ഇന്ന്. കാരണം ഡൗൺ സൈഡിലേക്ക് പോയി എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റി മാത്രം സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിലും ബാക്കിയുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ ഡൗൺ സൈഡിലേക്ക് പോയി. പക്ഷേ ഇന്ന് ഏറെ ഇൻവെസ്റ്റേഴ്സും പ്രതീക്ഷിച്ചതും ഏറെ ട്രേഡേഴ്സും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക പോസിറ്റീവാണ്. കാരണം ഡൽഹിയിൽ നടന്ന ഇലക്ഷൻ എക്സിറ്റ് പോൾ റിസൾട്ടുകളെല്ലാം തന്നെ BJPക്ക് അനുകൂലമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ തീർച്ചയായും അത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ എക്സിറ്റ് പോൾ പ്രവചനം അത്രത്തോളം വിജയിച്ചില്ല. പ്രതിപക്ഷം വളരെയധികം ശക്തിയായി ഒരുപാട് സീറ്റുകൾ പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഓർമ്മ മാർക്കറ്റിന് ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഇന്നത്തെ ഈ ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ കാഴ്ചക്കാരോട് പറയാനുള്ളത്, സെബിയുടെ പുതിയ ഒരുപാട് റിസ്ട്രിക്ഷൻ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനും അതുപോലുള്ള ഈ ട്രേഡ് സംബന്ധമായ ന്യൂസുകൾ ഷെയർ ചെയ്യുന്നവർക്കല്ല, ട്രേഡ് സംബന്ധമായി എന്തെങ്കിലുമൊക്കെ സജഷൻ ചെയ്യുന്നവർക്ക് അതൊരു വലിയ പഹരയാവുന്ന തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെ ബൈ ഓർ സെല്ല് കൊടുത്തിരുന്നു. ബൈ ഓർ സെൽ മീൻസ് നമ്മൾ ഒരു സപ്പോർട്ട് ലൈന് വരച്ചിട്ട് ഇതിന് താഴെ വന്നാൽ നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ പോയാൽ നിങ്ങൾക്ക് അപ്പർ സൈഡിലേക്ക് എൻട്രി എടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഇന്നു മുതൽ ഇനി അതുണ്ടാവില്ല. നമ്മൾ ഓരോ ഇൻഡെക്സുകളും എടുത്തിട്ട് അതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യും. അത് പ്രിയപ്പെട്ട ട്രേഡർമാർ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സെബി ഓരോ തവണയും പുതിയ പുതിയ നിർദ്ദേശങ്ങളെല്ലാം വരുത്തുമ്പോൾ അതെല്ലാം പ്രാബല്യത്തിലേക്ക് വരുത്തുന്നുണ്ട്. ഓക്കെ, മിഡ് ക്യാപ് നിഫ്റ്റിയൊക്കെ 60 ക്വാണ്ടിറ്റി ആയി, ഒരു ലോട്ട് എന്ന് പറയുന്നത് 60 ക്വാണ്ടിറ്റി ആയി. നിഫ്റ്റി 75 അവർ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ എല്ലാം ബാങ്ക് നിഫ്റ്റി 30 ആക്കി. അപ്പോൾ ഓരോ നിർദ്ദേശങ്ങളും അവർ കറക്റ്റായിട്ട് അതിനെ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നോട്ട് ചെയ്യും. ഇന്ത്യയിലുള്ള സകല യൂട്യൂബ് ചാനലുകളും അവർ വാച്ച് ചെയ്യും. അതിനുശേഷം അവർക്ക് ഓരോരുത്തരൊക്കെയായി അതിൻ്റെ ഫൈൻ സഹിതം വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരിച്ചടി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനും മാത്രമേ വരയ്ക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പൂർണ്ണമായ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ എൻട്രി വേണമെങ്കിൽ എടുത്തു പോകാം. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊരു എഡ്യൂക്കേഷൻ വേണ്ടി മാത്രം കാണുക, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം കാണുക. ഓക്കെ, നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇംഗ്ലണ്ട് മാർക്കറ്റെല്ലാം പോസിറ്റീവിലാണ്. എന്നാൽ നാളെ നമ്മുടെ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് നാളെ രാവിലെ നടത്തിയതിന് ശേഷം നമ്മുടെ മാർക്കറ്റിന് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം യൂണിയൻ ബജറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച യൂണിയൻ ബജറ്റിന് സമാപ്തി കുറിച്ചതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റിനത് പോസിറ്റീവാകും. നിഫ്റ്റി 50യിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹെവി വെയ്റ്റ് ഷെയറുകൾ, അതായത് SBI, ട്രെൻഡ് തുടങ്ങി MRF തുടങ്ങിയവയുടെ ഒത്തിരി ഷെയറുകളുടെ റിസൾട്ടായിരുന്നു. ഇനി തുടർന്നുള്ള ഈ യാത്രയിൽ വിപണിക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി റിസൾട്ടുകളല്ല, മറിച്ച് മെയിനായിട്ട് മുന്നിലുള്ളത് ഈ ഡൽഹി ഇലക്ഷൻ്റെ റിസൾട്ട് മാത്രമല്ല. റിസൾട്ട് മീൻസ് ഈ ഔദ്യോഗിക റിസൾട്ട് അത് അടുത്ത ആഴ്ച വരും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മുന്നോട്ട് പോകുക. ഏതായിരുന്നാലും ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രൂപ വീണ്ടും മൂല്യത്തകർച്ചയിലാണ്. ഏകദേശം $88 എന്നുള്ള ലക്ഷ്യം വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമീപത്ത് എത്തിയിരിക്കുന്നു. 12 പൈസയുടെ നഷ്ടമാണ്
ഇന്നുണ്ടായത്. അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിൽ സ്വിഗ്ഗി, അതായത് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി ഇന്ന് അതായത് പ്രൈസ് രജിസ്റ്റർ ചെയ്ത പ്രൈസിനേക്കാളും താഴേക്കാണ് വന്നിരിക്കുന്നത്. 400, അതായത് 52 വീക്സിലെ ഏറ്റവും ലോ 387 രൂപയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ലിസ്റ്റിംഗ് വില വന്നിട്ട് 412 അതിനേക്കാളും താഴെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം ആ ഒരു സ്റ്റോക്കിനെ വാച്ച് ചെയ്തിട്ട് അനുകൂലമായ സാഹചര്യത്തിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്, ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന്, ഗോൾഡ് 7,930 രൂപയിലേക്ക് ഗ്രാം എത്തി നിൽക്കുകയാണ്. ഗോൾഡ് ഓരോ ദിവസവും അല്പാൽപ്പം, അതായത് $10 കുറയുമ്പോൾ $15 കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ഗോൾഡിനുള്ളത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, HCL ടെക്നോളജി, ടെക് മഹീന്ദ്ര, ഇൻഡസിൻഡ് ബാങ്ക്. ഇനി നമുക്ക് ഇന്നലെ തന്ന ലെവലുകൾ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പരിശോധിക്കാം. വീണ്ടും പറയുന്നു, നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് പരിശോധിക്കുന്നത്. ഇത് നിഫ്റ്റി 50 ആണ്. 23,625 നമ്മൾ ഇന്നലെ സപ്പോർട്ട് പറഞ്ഞത്. അവിടെ നിന്നും ഇതുവരെ താഴത്തേക്ക് വന്നു. ഏകദേശം 60 പോയിൻറ്റിൻ്റെ ഡൗണ് ഇന്ന് നടത്തിയിട്ടുണ്ട്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് 50,400, അതിനുശേഷം 50,210, അതായത് നമ്മുടെ റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും ഇടയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആയിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ 78,110 സപ്പോർട്ട്. 78,110 സപ്പോർട്ടിൽ നിന്നും 260 പോയിൻറ്റിൻ്റെ ഡൗൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 6-ാം തീയതി, അതായത് ഇത്രയും ദിവസം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. ഇന്നലെ 5th വെനസ്ഡേ, ഇന്നലെയാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ ആ ലെവലുകൾ പോസിറ്റീവാണ്. അത് നമ്മൾ ഗ്രീൻ ലൈന് ഇട്ടിട്ടുണ്ട്, നമുക്കൊരു അടയാളത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇതാണ് സപ്പോർട്ട്. 77,840. റെസിസ്റ്റൻസ്, നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെയാണ് 78,420. അത് 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റൻസ് 78,740. അപ്പോൾ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുക. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 50,140. 50,140. റെസിസ്റ്റൻസ് 50,550. 1 അവർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് 49,890. ഓക്കെ, നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 23,550. റെസിസ്റ്റൻസ് നമുക്ക് 23,715. ഓക്കെ, അത് 1 അവറിലേക്ക് മാറ്റുമ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് 23,420. റെസിസ്റ്റൻസ് 23,810. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലും നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.